വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് ഞാൻ റെഡിയാക്കിയപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 10 ചെറിയ ഉള്ളി ചതച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു സബോള കുനുകുനാന്നരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/4 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു തക്കാളി കുനുകുനാന്നരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുക. അരമുറി തേങ്ങ ചിരണ്ടിയത് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കൂന്തലിൻ്റെ ചിറകൊക്കെ കുനുകുനാന്നരിഞ്ഞെടുക്കണം. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലൊഴിച്ച് കൊടുത്ത വെള്ളം നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ 1/4 ഭാഗം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയ മസാല നമുക്ക് ഓരോ കൂന്തലിനകത്തും നിറച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ട് നമുക്ക് ഈ മസാല കൂന്തലിനകത്ത് നിറച്ച് കൊടുത്ത് അതിൻ്റെ തല അതിനകത്ത് വെച്ച് കൊടുത്ത് ഒരു ടൂത്ത് പിക്കിൾ കൊണ്ട് കുത്തി ഹെഡ് അതിനകത്ത് ഫിക്സ് ചെയ്യാം. ഇതുപോലെ എല്ലാ കൂന്തലിനകത്തും നമുക്ക് മസാല വെച്ച് കൊടുത്ത് ഹെഡ് ഫിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം എടുത്തു മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയ്ക്കകത്തോട്ട് ഈ കൂന്തലെല്ലാം ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് വിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ കൂന്തൽ നിറച്ചത് റെഡിയായി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് നിങ്ങൾക്കിഷ്ടമായല്ലോ.